ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ട്രിപ്പ് പോട്ടാ. ആ എക്സൈറ്റ്മെൻറ്റ് കുറേ കാലത്ത് ശേഷമാണ് ചങ്ങായിമാരെ ഇപ്പോൾ ട്രിപ്പ് പോകണം. അപ്പോൾ നമ്മൾ കോസ്റ്റ്യൂം എങ്ങനെയുണ്ട്, നൈസല്ലേ? അപ്പോൾ എവിടെ പോകണേ, എങ്ങോട്ടാ പോകണമെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞതാണ്. ആദ്യം പോട്ടെ, ചെക്കന്മാരുടെ പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്, എൻ്റെ കാത്തിക്കുണ്ട്. ഞാൻ എവിടെ പോവുകയാണെങ്കിൽ ഞാനൊക്കെ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പം കാണാം. ട്രിപ്പ് മൂഡ് ഓൺ. അതിൻ്റെതാ അപ്പൊ എന്നണ്ടാ ഇട്ടിട്ടില്ല മതി വെച്ചതാണെങ്കിലേ അൻസുപ്പനും പെട്ടോട്ടെ. തമിഴ്നാട്ടിലെ സെലിബ്രിറ്റി ഓർക്കാൻ തമിഴ്നാട് ചെക്ക് പോസ്റ്റ്. നമ്മളെ പൊള്ളാച്ചിയിലെ റൂട്ടെത്തി. തമിഴ്നാട് മൊത്തം അണ്ണന്മാരാണല്ലോ, മലയാളികളാണല്ലോ. പരമ്പര നേരം എടുക്കുന്നു. അതല്ല എന്താ മാറിക്കടാ, ഉറങ്ങണേ വണ്ടിക്കല്ലേ ഫുള്ള് ഉറക്ക്. ഏതാത് ചണ്ടിക്കാള് ഇങ്ങോട്ട് കേട്ടാ അങ്ങോട്ടല്ലേ? അതെ, ഫുള്ള് എത്ര ആൾക്കാരെ കണ്ണും പുറത്തെങ്ങനെ ആ പൈസയില് മാത്രമേ ഉറങ്ങാത്തുള്ളൂ, ബാക്കിയൊക്കെ ഉറങ്ങിയത് ആണ്. ആൻസറാ അതെ, കണ്ണു പുറത്തൊക്കെ അതെ, കണ്ണു പുറത്തൊക്കെ കഴിയാൻ ഫുള്ള് ഉറക്ക്. ഞങ്ങൾ ഫുള്ള് വൈബ് പളനിമല മുലുകര എവിടെ എത്തി കൊടുക്കാവുന്ന എന്തെങ്കിലും തീരുമാനമാക്കി അവിടെ പോട്ടെ, എവിടെയൊക്കെ എത്തും. ഇവിടെ എത്തി നമ്മള് കറക്റ്റ്. പൊള്ളാച്ചി എത്തിയോ? പൊള്ളാച്ചി കഴിഞ്ഞു. പൊള്ളാച്ചി കഴിഞ്ഞോ? പിന്നെ പോകണ്ട്, റൂട്ട് അറിയില്ല. ഫുഡ് ഒക്കെ എന്നാലേ എവിടുന്ന കഴിച്ചു? നല്ല പച്ചക്കറി ഉണ്ടാവും. 7 മണി ആയില്ല. നല്ല ഇഡ്ഡലിയും സാമ്പാറും. നമ്മൾ പാലിന് റോഡല്ല, തമിഴ്നാട്ടിൽ അങ്ങനത്താണ് ഇഡ്ഡലി സാമ്പാറും. വൈബിട്ടില്ല, വൈബ് വെള്ളം കാട്ടിക്കാം. പൈച്ചുണ്ട് കൈസ്, പൈച്ചുണ്ട്. തമിഴ്നാട്ടിൽ നിന്ന് ഹോട്ടൽ കാണാൻ ഫൈനുണ്ട് 500 പേക്കോടനെ. കുളിച്ചണ്ടാ വിചാരിച്ചു. പറഞ്ഞില്ല വീഡിയോ അല്ല 0.5 കിട്ടിക്കോളൂ. ഇവിടെ കൊടുക്കാനും കിട്ടും, അന്നം കിട്ടും. ഡീസൻ്റ് അതിൽ കുറെ കട്ട് ചെയ്യണം കേട്ടോ, അതൊക്കെ കട്ട് ചെയ്യും. കാറ്റാടി ഒരു ഹോട്ടൽ, ഇതാണ് ഹോട്ടല്. യാത്ര വൈബ്. അടിപൊളി അമ്പലം. ആ മേല വണ്ടി തിരിച്ചു പോവാ. നിങ്ങളെ മുന്നിൽ ഇട്ട് നിങ്ങള് ഹോട്ടൽ കണ്ടുപിടിച്ചോട്ടെ. അപ്പൊ നിങ്ങള് നേരെ പോവാ. നല്ല ഫുഡിന്റെ ഇവിടെ പൂരി ഞാൻ പ്രതീക്ഷിച്ചു.
നമ്മൾ ഫുഡ് കഴിക്കാൻ നിർത്തിയുണ്ട് ഗൈസ്. നല്ല പൂരിണ്ട്, പൂരി. എല്ലാവരും ഫുള്ള് ഉറക്കം, നല്ല ഉറക്കാണ്. അങ്ങനെ നിർത്തി കളി. ഞങ്ങളെല്ലാം നിരീക്ഷിക്കുന്നുണ്ട്. ഇങ്ങനെ നല്ല പൂരി നമ്മാണ് ഗൈസ്. സ്പെല്ലിംഗ് മാറണ്ട. അറിയില്ല. സ്പെല്ലിംഗ് മാറണ്ട. അവിടെ വേണ്ടാണ് നമ്മൾ വേറെ അടിക്കുന്നത്. അവസ്ഥ അല്ല, അത് കറക്റ്റ് ചെയ്യാറില്ല. ഒറ്റ പോക്കാണ് പേരൊക്കെ. ഈ ഇവിടെ വേണ്ടെന്ന് അടി കേട്ടാ. പൈച്ചുണ്ട് ഇല്ല ഇല്ല പറയാലോ. ഇനി ഇവിടെ വേണ്ട അറിയരുത്. അതിഥികൾക്ക് എന്തോ ഒരു കഷ്ടമാണ്. ഞാൻ ആയിട്ടില്ല, ഫുഡ് ആയിട്ടില്ലല്ലോ. കുറുക്കാ ഫുഡ് ആയിട്ടില്ലാന്ന്. എന്തോ ഒരു കഷ്ടാണ്. മൂഞ്ചി നമുക്ക് പോലെ കേരളത്തിൽ പോയാലോ? കുറുക്കാ സീനോ കേരളത്തിൽ പോയാലോ? തമിഴ്നാട് ശരിയല്ല. എന്തോ ഒരു കഷ്ടാടാ. ഫുഡും ആയിട്ടില്ല. ഇവിടെ ഫുഡായില്ല ഗൈസ്. ഞായറാഴ്ച ആണ് തോന്നുന്നു. എവിടെ ആയില്ല. പൈച്ചുണ്ട് ഇന്ന് നേരത്തെ രാവിലെ തന്നെ എണീറ്റില്ല. നീച്ച ആകെ 1:30 നീച്ച് കാണും. ട്രിപ്പ് എന്നുള്ള മൈൻഡിൽ എന്നാണ്. എനിക്ക് വേണം, തന്നെ വേണം. എന്താ കഥ അറിയാ? 1:30 വെച്ചിക്കാണ്. ചിരി മുള്ളു മൂഞ്ചിക്കാനാണ്. വെള്ളം. ഓ പ്യൂർ വാട്ടർ. ഇതാണ് പഠിച്ചാൽ കുടിവെള്ളം ഇവിടുത്തെ സീന്. എത്താ ഇവിടെത്താ വൈബുണ്ടോ? ചങ്ങാതി പെരും വലിപ്പാണ്. അതിന് അടുത്തല്ലേ നമ്മൾ മനസ്സിലാവുള്ളൂ. ഓരോ പേരൊക്കെ ഓരോ ഫാൻ. നിങ്ങൾക്ക് ആർക്കും മൂക്ക് ചൊറിഞ്ഞിനോ? നല്ല തീറ്റേനും മുടി പോണ്ട്. പക്ഷെ പറഞ്ഞ് തൊള്ളച്ചുകാണ്ട് ഫുള്ള് ഉള്ളൊക്കെ പോയണ്ടാ. കഷൻ്റെ അതിൻ്റെ അതേ മാർക്കാവുണ്ട്. അങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് ഇതിനുള്ളിൽ കയറാൻ ചുള്ളിവില് ഒന്നുകൂടി കാണിച്ചാ. ഒന്നുകൂടി മണ്ണെന്താണ് പുഴ കള്ള ചുളിവില്. തമിഴ് പൊളി മോഷ്ടിക്കുന്നു. പയ്യ എന്താ തമിഴ്നാട്ടൊന്ന് കണ്ട് അൻസാ മണ്ണ് പറഞ്ഞില്ല. മണ്ണിന്റെ ബാക്കി അൻസപ്പാ മണ്ണിന്റെ ബാക്കി പറഞ്ഞില്ല. ബാക്കി പറയാ വളക്കൂറുള്ള മണ്ണ. രാവിലെ വളക്കൂറുള്ള മണ്ണോ? ഇതാണോ? ഇതാണ് വളക്കൂറ്. നമ്മുടെ നാട്ടിൽ വേറെന്താ പറയാ? ഹീലിയം. ഇപ്പൊ തന്നെ ചവിട്ടിയത്. ചെറുതായിട്ടൊന്നും പണി പാളി. ഞാനൊന്നും പട്ടി കഷ്ടം. ഫുഡൊക്കെ അടുത്ത കടയിൽ കയറണ്ടാ. ഞാൻ പോവാ. ഫുള്ളാവൂലേ? അങ്ങനെ മെമ്മറി ഫുള്ളാവൂല. മെമ്മറി നിരാശനായി ഭീരാന്തനായി വരുന്ന നിരാശ കാമുക ലോകത്ത് നിരാശനായി വരുന്ന കുറുക്കൻ. കാമുകനെ കിട്ടാത്തോന്നല്ല, ഫുഡ് ഐറ്റംസ് കാണിക്കുന്നു. മാറുന്ന ചേച്ചി എടുത്തിട്ട് പോകാനെ. മമ്മൂട്ടി നടക്കണ്ട റോഡ് കൂടെ. എല്ലാവരും ട്രിപ്പിന്റെ മൂഡിലേക്ക് പോകാൻ പെണ്ണേക്ക് വിളിച്ചിരിക്കുക. ചാതി ആൾക്കാരെ മുങ്ങി. അങ്ങനെ ഫൈനലി നമുക്ക് ഫുഡ് കഴിക്കാനുള്ള സ്ഥലം കിട്ടി. ഇവിടെ നല്ല ഫുഡ് ഉണ്ടായാൽ മതിയായിരുന്നു. കിട്ടോ എല്ലാവരും ഫുഡ് കഴിക്കാനുള്ള സന്തോഷത്തിലേക്കാണ്. ഇനി ഇവിടെ ഇല്ല പറഞ്ഞാൽ സമാധാനം. എല്ലാവർക്കും ദേഷ്യം വരും. എൻ്റെ തോന്നുന്നു കണ്ടിട്ട്. ചവിട്ടാൻ പാടില്ല. ഇത് ചവിട്ടാൻ പാടില്ല അങ്ങനെ തോന്നുന്നു കേട്ടോ.
കോലം വെച്ച് ഒരു കോലമില്ല. ഇതാണോ കോലം? ട്രിപ്പ് പോകുമ്പോ ഇങ്ങനെ പോലെ പോലെ നല്ല സ്മെല്ല് കേട്ടോ അവിടെ. കോലം വരച്ച ഇതിന്റെ മഞ്ഞൾ വെച്ചിട്ട് തോന്നുന്നു അല്ലേ? മഞ്ഞളെ സ്മെല്ലേ? കുങ്കുമല്ലേ? കുങ്കുമാണോ? കുങ്കുമ്പോടത് ഇവിടെ കുങ്കുമാണ് നക്കിയേ കോസ്റ്റ്യൂം അങ്ങനെ എൻ്റെ വീഡിയോ എടുത്താ കോസ്റ്റ്യൂം. എൻ്റെ ഔട്ട്ഫിറ്റ് എടുക്കേണ്ടത് ഫുള്ള് എടുക്കേണ്ടത് അങ്ങനെ ആയിരുന്നു. അവിടെ ഇങ്ങിട്ട് വാ. ഏയ് ഓൻ്റെ ഔട്ട്ഫിറ്റ് എടുക്കാൻ പറഞ്ഞു. ഔട്ട്ഫിറ്റ് എടുത്ത് കൊടുക്കാം. നൈസ് തന്നെയാണ്. ഇതിങ്ങനെ പറക്ക്. അതുകൊണ്ട് ഒരു കട കെട്ടി ഒന്ന് ഫുഡേക്കാം. എനിക്ക് ഇഡലി ഇഡലി ലവർ. ആ ഇഡ്ഡലിയാണ് ഇഡ്ഡലിയാണോ? ഏതാ വൈബിലേ? ഫുള്ള് ബൈക്ക് അല്ല ട്രാക്ടർ, ഫുള്ള് ട്രാക്ടർ നേരത്തി. ഓക്കെ, നമ്മളായിട്ടൊക്കെ മനുഷ്യന്മാരെ ട്രെയിനിൽ പോലെ ഇവിടെ ഫുള്ള് വാഹനങ്ങളാണ്. കുറുക്കൻ ആസ്വദിക്കുന്നു, വൈബ് ആസ്വദിക്കുന്നു. ഫുൾ ബ്ലോക്ക് എന്താ വൈബോക്ക്. ഓക്കെ, ഫുള്ള് പാടം, പാടത്തെ സെൻ്റർ കൂടെ റെയിൽവേ പാളം. എജ്ജാതി വൈബല്ലേ? ഇതെത്ത കുറുക്ക? ഫുള്ള് ട്രാക്ടറാണല്ലോ കുറുക്ക, ഫുള്ള് ട്രാക്ടറാ. ഇവിടെ വെറുതെ അല്ല കൃഷി ഇത്ര സെറ്റപ്പ് ആയിക്കണ്ട്. ഇതുവരെ കാണാത്ത പഴനി വരെ കണ്ട്. ഇതാണ് പഴനി കേസ്. ഇതാണ് തോന്നുന്നു കേട്ടോ. അങ്ങനല്ലേ പഴനി കേസ്? പഴനി ഇപ്പൊ സെറ്റായി. ഇതാണ് ഫോട്ടോ തോന്നുന്നു ഇവിടുന്ന് ഈ ഭാഗത്തുനിന്ന്. തമിഴ്നാട് ഭാഗത്ത് പോലെ ഇങ്ങനത്തെ ഓരോ ലൊക്കേഷൻ കാണാം. എല്ലാ ഉൾഗ്രാമങ്ങളും ഇതേപോലെ കയറും. ഭയങ്കര രസമാണ് കാണാൻ. ഏകദേശം നമ്മൾ നിലമ്പൂരൊക്കെ പോലെ അതേപോലെ രണ്ട് സൈഡിലും ഫുള്ള് മരങ്ങളൊക്കെ ആയിട്ട് ഈ സെൻറ്റർ കൊടുക്കുന്ന റോഡ് ഭയങ്കര വൈബ് കയറും പോകാനൊക്കെ. പിന്നെ ലൊക്കേഷൻ കിട്ടി അപ്പോൾ ഇറങ്ങിയ എന്തായാലും സൈഡൊക്കെ ഒന്ന് ഫോട്ടോ എടുക്കാനൊക്കെ പറ്റിയ കേട്ടോ. വൈബ് വരിക എജ്ജാതി. നമ്മൾ നാട്ടിൽ മറ്റേ നിലമ്പൂരൊക്കെ പോയാൽ കാണാം, മലപ്പുറത്ത് ഇതേപോലെ സ്ഥലം. പക്ഷേ വേറെ എവിടെ ഉണ്ട് തോന്നുന്നില്ല. അതല്ലേ ലൊക്കേഷൻ, സിനിമ ലൊക്കേഷനൊക്കെ പറ്റിയ സ്ഥലം. പീസ്ഫുൾ, ഹാപ്പി. ഓർക്കാ പീസ്ഫുൾ ഏരിയ. ബാക്ക്ഗ്രൗണ്ട് നമുക്ക് പേടില്ലല്ലോ. ആ ഹെൽമെറ്റ് ചറ്റകൾ, ഹെൽമെറ്റ് ഇല്ല പോണു. തമിഴ്നാട്ടിൽ കുഴപ്പമില്ല. പീസ്ഫുൾ ഏരിയ. വൈബ് പറഞ്ഞ ഇതൊക്കെയാണ് വൈബ്. ജീവിതത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് നിമിഷങ്ങൾ അല്ലേ? എന്ന് ഡെയിലി പണിൻ്റെ ഇടയിൽ ഇതേപോലത്തെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. വേറെ ഒന്നും ഉണ്ടാവില്ല. അങ്ങനെ ഫോട്ടോ എടുക്കാനാ? ഫോട്ടോ എടുക്കാം. അതാ വ്യൂ പോയിന്റ്. എന്തൊക്കെയാണ് പെണ്ണുങ്ങൾ വരെയായിട്ടാണോ? കാറ്റാടി തണലും വൈബ് ആസ്വദിച്ചിരിക്കണ ഒരു കുറ്റം ചെറുപ്പക്കാർ. കുറുക്കൻ, നായ് കുറുക്കൻ. അടങ്ങാൻ നിന്നോളി. ഇടയ്ക്ക് കൊടൈക്കനാലൊക്കെ പോയി ട്രിപ്പ്. ഫുള്ള് വൈബാണ്. ഇപ്പം എന്താണ് വീഡിയോ എടുക്കണത്, എന്താ ഫോട്ടോ എടുക്കണമെന്ന് ഒന്നും മനസ്സിലാവണില്ല. കുറേ നേരം ഇവിടെ എടുത്ത് എന്താ കാട്ടുന്നത് വൃത്തിയായി കിട്ടില്ല. നായ് കുറുക്കൻ വെള്ളം വറ്റിയതാണ്. അപ്പൊ സുഹൃത്തുക്കളെ ഞങ്ങൾ അടുത്ത ലൊക്കേഷൻ സാധാരണ ഇങ്ങനത്തെ കുറുക്കനെ പോലത്തെ ഒരു കുറുക്കനാണോ? സൽമാൻ ഓയ്
കൊണ്ടേ കൊണ്ടേ മോഡ് പോയി. താങ്ക്യൂടാ. എവിടെ ഇരിക്കേ? കൊള്ളാം ബായ്. ടച്ചടാ എവിടെയാ ഇതിപ്പോ എടുത്ത് കറക്റ്റ് കൊടുത്തി പ്രകടനത്തിയോ 37 തൊട്ടുണ്ട് പോയെന്നോ എവിടെ എത്തി എന്തൊക്കെ തിന്നത് ഒരു എന്താ പറയാ ഒരു മല മൊത്തം കയറി ഫുള്ള് കഴിഞ്ഞു ചുരം മൊത്തം കഴിഞ്ഞു അങ്ങനെ മേലെ എത്തി ഇവിടെ ഫുള്ള് നല്ല തണുപ്പുണ്ട് ചൂടൊന്നുമില്ല അടിപൊളി എവിടുന്ന സാധനം വെന്റ് എവിടുന്ന വെന്റ് തമിഴ്നാട് ഇവിടെ ഉണ്ടാക്കണ ഫുള്ള് എല്ലാം ഉണ്ടാക്കണ ഇത് സ്ഥലം എവിടെ കറക്റ്റ് മേൽപ്പുള്ളം ഓക്കെ ഞാന് ബിരിയാണി കഴിയുന്ന സാധനം വാങ്ങിക്കൊണ്ടാ ചുരം കയറി നേരെ വന്ന് വരുമ്പോ നേരെ ഈ കട അത് നല്ല കമ്പനിയാണ് ഞാൻ പെരും ഡീറ്റെയിലും അതിന് ഫുള്ള് പൊയ്ക്കള് ഫുള്ള് തൊള്ളിക്കറ്റിണ്ടാവും കുഴപ്പമൊന്നുമില്ല ചാവുന്നില്ലല്ലോ പൊയ്ക്കളല്ലേ ചൈനക്കാരൊക്കെ നമ്മളെന്താണ് എവിടെ പോയാലും നമ്മളെ മെയിൻ പരിപാടി ബില്ലാക്കും എല്ലായിടത്തും നല്ല ബില്ലാക്കും ചായയും അതൊന്നും കുടിച്ചിട്ട് തിന്നാണ്ട് ഒരു 10-15,000 രൂപ നമ്മൾ ചിലവാക്കിണ്ടാവും ടോട്ടല് എവിടെ പോവാണെങ്കിലും ലൈഫാണ് എൻജോയ് ചെയ്യുക എല്ലാം തിന്ന് എല്ലാം ആസ്വദിച്ച് ജീവിക്കുക അല്ല അൻസാ തിന്നാളൊക്കെ തിന്നാ ആസ്വദിക്കാളൊക്കെ ആസ്വദിക്കാം തിന്നല് തീറ്റ കഴിഞ്ഞിട്ടുള്ള ഒരു 3000 വെച്ച് 1500 നമ്മള് മിനിമം ഒരു 10-12,000 രൂപ തിന്നു ഒരു ട്രിപ്പിന് 0.5 അതായത് ഹാഫ് അതെ 10-12,000 രൂപ തിന്നും ഒരു ട്രിപ്പിന് എന്തായാലും കഴിഞ്ഞ വാൾപ്പാറ ട്രിപ്പ് 12,000 രൂപ ചെലവ് തിന്നല് മാത്രം റൂമിനൊക്കെ 2,000 രൂപ ഉള്ളൂ 30,000 ടോട്ടൽ വാൾപ്പാറ അതെ 15 ഫുഡിനും 15 ബാക്കിയുള്ളത് പകുതി ഫുഡിനാണ് അതാണ് അവസ്ഥ അതാണ് എല്ലോടെ കണ്ട പോലെ നമ്മൾ നിർത്തിക്കാണ്ട് ഇങ്ങനെ ഫുഡ് കഴിക്കും അത്രേ ഉള്ളൂ പൈസ നല്ല മരിച്ചോ കൊണ്ടുപോലല്ലോ അസഹിക്കളല്ലേ എനക്കെന്താ പറയല്ലേ നമ്മളെല്ലോടത്ത് തിന്നേ നമ്മളെവിടെ പോവാണെങ്കിലും 10-15,000 രൂപ തിന്നും അത് തെറ്റാണോ അല്ലല്ലോ ആസ്വദിക്കണ്ടേ തിന്നാളൊക്കെ തിന്നണ്ടേ ഇതിന് പോവല്ലേ ഗൾഫ് പോവല്ലേ സാധാ മിന്ന ഏതേ ലൈറ്റ് മതി ഒരു സാധാ മിന്നു ചായ സംസാരിച്ചപ്പോ പറഞ്ഞേ വിശദീകരിച്ച് പറഞ്ഞത് രാവിലത്തെ ദോശ ചട്നി സാമ്പാർ അതാണ് ദോശ അല്ലേ തമിഴ്നാട് എന്നാല് നല്ല ഫുഡ് കിട്ടും അതായത് ഈ വെജിറ്റബിൾസ് അങ്ങനത്തെ നല്ല ഫുഡ് കിട്ടും ട്രിപ്പിന് വന്നിട്ട് 3 വട്ടം എണീറ്റ് ഒന്ന് ഫുഡ് കഴിക്കാന് ഒന്ന് മൂത്ര കഴിക്കാന് ഇപ്പൊ ആകെ 3 പിന്നെ ഫുള്ള് ഉറക്ക് അതെന്താ ശരി ഇജ്ജ് അവിടുന്ന് വന്നല്ലേ വട്ടാമീന് അതിന്റെ ക്ഷീണം മറന്നല്ലോ ഇവര് ഫുള്ള് ഉറക്ക് ഇജ്ജ് ഫുള്ള് ഉറക്കില്ലേ നല്ല ഉറക്കല്ലേനാ ശരി ഞാൻ 3-4 ദിവസം ഉറക്കുണ്ട് എന്നിട്ട് ഞാൻ ഉറക്കണില്ലല്ലോ നമ്മള് വൈബ് ആസ്വദിക്കണം ട്രിപ്പ് ഫുള്ള് ഇതൊക്കെ നമ്മ അവസ്ഥ ട്രിപ്പിന്റെ ഇവിടെ പോയ തീറ്റ മാത്രം എല്ലാരും ഇലട്ട് ചായയാണല്ലോ അൺഎക്സ്പെക്റ്റഡ് ആയി വീഡിയോ എടുക്കണം എന്നാണ് ചായ എടുക്കണ്ട് അൺഎക്സ്പെക്റ്റഡ് ആണ് ഫുള്ള് ഇവരൊക്കെ മണ്ടന്മാരടാ ഇതിലും പൊതിനിയുണ്ട് ലെമണും ഉണ്ട് അല്ല അൺഎക്സ്പെക്റ്റഡ് വീഡിയോ എടുക്കാൻ പറഞ്ഞു കൊക്കനോട് ആരും കണ്ടില്ല അൺഎക്സ്പെക്റ്റഡ് അങ്ങനെ ഉണ്ടാക്കേണ്ട അതെ ഇങ്ങനെ പിടിച്ചേക്കാണ് കൂട്ട് പോകേണ്ടത് എന്താ പറയാ നമ്മളെ ട്രിപ്പില്ലേ ഫുള്ള് ഫുഡ് വൈബ് അതെ ഫുഡ് മാത്രം മുതലാളി ക്യാഷ് വിഷയമില്ലാന്ന് ഇഷ്ടംപോലെ പൈസ ഉണ്ടല്ലോ എന്താ വാങ്ങാൻ വിസറേ ചേച്ചി ലേറ്റ് ചായക്ക് എന്താ ഇവിടെ പറയാ ആണാ അധ്വാനിക്കുന്ന ഈ പ്രായത്തിലൊക്കെ നമ്മളെ വെറുതെ കൊട്ടി കളിച്ചടക്കുന്ന ചെക്കന്മാർ ചെക്കന്മാരുടെ അധ്വാനിക്കുന്ന ചെക്കന്മാർ സ്കൂൾ പഠിക്കുന്ന ടൈമിലൊക്കെ ഫുൾ അധ്വാനം ഐ അപ്രീഷിയേറ്റ് വ്ളോഗർ 3 സബ്സ്ക്രൈബർ ഒന്നും
ഇത്രയും ചായ ഞാൻ കുടിച്ചതല്ല, ഇത് തട്ടിയതാണ്. ചിരിപ്പിച്ചല്ല വന്നേ. വലിയ വലിയ വ്ളോഗറാണ്. இந்த ஆளு நல்ல വ്ളോഗർ, 3 സബ്സ്ക്രൈബർ ഒന്ന് ഏതാ പീസ്ഫുൾ ഏരിയ ഫുള്ള്. മറ്റേ ഈ സാധനത്തിന്റെ പേരെന്തെങ്കിലും പഠിച്ചോനെ, പൈൻമരങ്ങള്, ഫുള്ള് പൈൻമരങ്ങള്. അതിൻ്റെ ഇടയിൽ നല്ല വൈബ് സ്ഥലം ഉണ്ടോ. അവിടെ നല്ലൊരു അടിപൊളി ചായ, അതിൻ്റെ സുഖം വേറെ തന്നെയാണ്. 3-4 വട്ടന്മാര്. ഇവനാണ് ട്രിപ്പിൻ്റെ ഖജാഞ്ചി, ഇവൻ കോർഡിനേറ്റർ, ഇവൻ എന്തേനു കാർ മുതലാളി. ഇജെന്തേനു ഖജാഞ്ചിന്റെ അനിയൻ. ഇത് ഒരു കാര്യമില്ല, വെറുതെ. എന്താണ് നമ്മള് ഡെസ്റ്റിനേഷൻ തരെ എത്തിയിട്ടില്ല. അതെ, ഇനി എത്ര കിലോമീറ്റർ ഉണ്ട്? കണ്ടമര 100 കിലോമീറ്റർ. ആ നീലക്കുപ്പായ സർഫ് നീല നമുക്ക് സംതിങ് ഫിഷ് ആണ്. അവർക്കെന്തോ പ്രശ്നമുണ്ട്. അവർക്കെന്തോ പ്രശ്നമുണ്ട്. പെണ്ണുങ്ങൾ രാഗുണ്ടാവും. അതെ, തമിഴ്നാട്ടിക്ക് 5 ലിറ്ററിന്റെ ക്യാന് മാത്രം പറ്റുള്ളൂ. അണി കുപ്പി ഇവിടെ ഒഴിവാക്കി പോവാം. അങ്ങോട്ട് അടിച്ചെടുത്താ മതി. അപ്പൊ കുപ്പിയോടെ ഒഴിവാക്കട്ടോ. കൊടൈക്കനാൽ എൻ്റർ ചെയ്തിട്ടോ. ഇതൊരു 5-6 കിലോമീറ്റർ കൂടെ ഉള്ളൂ. ടോളാണ് കേസ്, ഫുൾ ടോൾ. ബൈക്ക് എടുത്ത് പോകുന്ന ഈ പ്രശ്നം ചെയ്യാൻ തോന്നുന്നു. പൈസ എടുക്കണോ? എൻട്രി ആളുണ്ട്. ആളെ മോനെ സീന് കേറി വന്ന വൈപ്പന നൈസ് അല്ലേ? നല്ല വെള്ളച്ചാട്ടം. നിർത്തിയോ അടിപൊളി വെള്ളച്ചാട്ടം. ഫസ്റ്റ് കയറി വന്നേ ഇതിന് മുന്നിൽ വിട്ട് ഓലൂടെ ഓരോ കാണാനല്ലോ. ഇതാണ് എന്റെ മൂസറ കണ്ണട. വായിക്കോ, ഫോണൊക്കെ ഉണ്ട്, എല്ലാം ഉണ്ടായില്ലേ? എൻ്റെ ഫോണൊക്കെ ഉണ്ട്. എന്തെങ്കിലുമൊക്കെ വാങ്ങണം എന്ന് വിചാരിക്കും. ഇങ്ങനെ വരുവാന്ന് നോക്കട്ടെ. റേറ്റ് കൂടുതലാണ് ചിലപ്പോൾ. റേറ്റ് കൂടുതലാണെങ്കിൽ ചിലപ്പോൾ വാങ്ങാനുണ്ടാവില്ല. ഫുൾ ഗ്ലാസ് 100 റുപ്യ ഉള്ളൂ ആകെ. ചേച്ചി റേറ്റ് കുറയോ? എന്താണ് ചേച്ചി ഇത്? കേരളത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ട് റേറ്റ് കുറയും. 10 രൂപ കേൾക്കല്ലേ? ആ, ഇത് കുഴപ്പമില്ല, നൈസ് സാധനം. നല്ല അടിപൊളി ഫുള്ള് ഷോപ്പുകളാണ്. തലവരെ റേറ്റ് കുറവാന്ന് തോന്നുന്നു. ഗ്ലാസിനൊക്കെ 100 റുപ്യ ഉള്ളൂ. ക്യാഷ് നോക്കില്ല, വാങ്ങി 100 റുപ്യായി. പൈസ നോക്കില്ല. 1, 2, 3 ഗ്ലാസ് നോക്കില്ല. 100 റുപ്യ അല്ല, 300 റുപ്യ 3 എണ്ണത്തിന്. പൈസ നോക്കില്ല. ലാവിഷായി ജീവിതം. ഉഡി വരെ വാങ്ങുന്നുണ്ട്. ഫുള്ളാ തൊപ്പി. ലാവിഷായി ജീവിതം ഫുള്ള്. ഇത് 100 ഗ്ലാസ്. ഇതെത്ര? 50. 50 ഊട്ടി. ഇതെത്ര? 150. പൈസ മൂശയല്ലോ. ലാവിഷൊക്കെ ഫുള്ള് അണ്ണന്മാരെ പോലെ. ട്രൗസറും ടീഷർട്ടും. അയ്യോ, വെള്ളച്ചാട്ടം. എന്താണ് ചെവനും ഒച്ചപ്പാടുണ്ടാക്കില്ലേ? ഒരു വ്ലോഗ് എടുക്കട്ടെ, തൊയിലും തരും. വെള്ളച്ചാട്ടം. നല്ല തണുപ്പ് കേട്ടോ, രസമല്ല. കാണുമ്പോൾ നമ്മൾ സൂര്യൻ മറ്റേ ആകാശത്തിൽ നോക്കുമ്പോൾ വെളിച്ചുള്ള പോലെ തോന്നും. പക്ഷേ നല്ല തണുപ്പുണ്ട് ഗൈസ്. ഫുള്ള് ആൾക്കാർ. ടൂറിസ്റ്റുകാരെ കൂടുതൽ കേട്ടോ. ഇവിടുത്തെ നാട്ടിൽ ലോക്കൽസ് കുറവാണ്, ഫുള്ള് ടൂറിസ്റ്റുകാർ. മറ്റൊരു പോയി, ഇപ്പം നമ്മൾ മാത്രമായി. ബാക്കിയുള്ളൊക്കെ പോയി. മനസ്സിലാവുന്നുണ്ട്.
ഞങ്ങൾ 4 ആൾക്കാർ. ഞങ്ങളുടെ വണ്ടി വന്നിട്ട് മാത്രം ഇവിടെ, ബാക്കിയുള്ളവരൊക്കെ പോയി. ഓൾക്കൊരു വൈബില്ല, നമുക്ക് മാത്രം വൈബുള്ളൂ. ഞാൻ പറയുന്ന സൗണ്ട് കേൾക്കണ്ടല്ലോ, കാരണം എന്താ ഫുള്ള് ഒച്ചപ്പാട് അവിടെ. എന്തൊക്കെയാണ് ഉണ്ടാക്കണേ, എന്താണോ? അത് നമ്മളെ കാണും, മറ്റേ കാണും ഉരുളക്കിഴങ്ങ് പൊരിച്ചിട്ടുണ്ടാക്കാം, കോളിഫ്ലവർ അങ്ങനെ സാധനങ്ങളൊക്കെ. ഫുള്ള് കുട്ടികളെ ഫുള്ള് സാധനങ്ങൾ ഇട്ടാ. കുട്ടികളെ കേട്ടൊന്ന് മുതലാവും, നല്ല ബില്ലാവും ഇവിടെ വന്നാല്. പന്നി ഞങ്ങളുടെ 300 റുപ്യ പൈസ നോക്കില്ല. ലാവിശ ജീവിതം പറഞ്ഞാൽ ലാവിശാക്കണം നമുക്ക്. അത് മറ്റേ സാധനം ഊട്ടിയിലൊക്കെ പോകുമ്പോണ്ട് അവിടെ ഇങ്ങനെ ഫോട്ടോ കിട്ടും ഇവിടെ വന്നാല്. ഇത് 500 റുപ്യ, 300 റുപ്യ, 250 റുപ്യ, 200 റുപ്യ, 150 റുപ്യ, 150 റുപ്യ. അത് അങ്ങനെ എല്ലാം ഫോട്ടോ അല്ലേ. ഇത് 200 ഉള്ളൂ. പക്ഷെ ഇതാണ് ഏറ്റവും നല്ല ഫോട്ടോ. ഉള്ള ഷോപ്പുകൾ വൈബ് ഏരിയട്ടാ. നേരെ ഫ്രണ്ടിൽ വെള്ളച്ചാട്ടം. ഇവിടെ നേരെ ഷോപ്പുകൾ, അതിനപ്പുറത്ത് ഫുള്ള് റോഡ്, അതിനപ്പുറത്തും ഫുള്ള് ഷോപ്പുകൾ. ലോക്കൽസ് കുറവ് തോന്നുന്നു, ഫുള്ള് മലയാളീസ് അവിടെ കാണുന്നൊക്കെ. സ്വാഭാവികം, എവിടെ പോയാലും മലയാളീസ് ഉണ്ടാവുമല്ലോ. വിമാനം കേസ്, വിമാനം സൈസ് ഡിഫറൻറ്റ് മാത്രമേ ഉള്ളൂ. ഓക്കെ. ഫ്രെയിമിനെത്ര? 500 ഇതോ? ഇത് നേരെ ഫ്രെയിമാക്കി വരും അല്ലേ? ഇത് 300. സൈസ് 500. ഓക്കെ. ഗ്രൂപ്പ് ഫോട്ടോ ഒക്കെ ഉണ്ടല്ലേ? ഈ വ്യൂ എടുത്ത് തരാം. ഈ വ്യൂ അല്ലേ? ഫുൾ വ്യൂ. ഓക്കെ. ടേക്ക് ഫോട്ടോ. ആള് ഫുള്ള് പോയി. ഞങ്ങൾ 3 ആൾ മാത്രമേ ഉള്ളൂ, ബാക്കിയുള്ള വേറെ കാറിൽ പോയി. എന്തൊക്കെയാ വന്ന് നോക്കുന്നുണ്ട്, ഒന്നും എനിക്കറിയില്ല. എന്താ നോക്കണമെന്ന് എനിക്ക് പോലും അറിയില്ല. സൗണ്ട് നല്ല മാറ്റണ്ടാവും കേട്ടോ. ജലദോഷം പിടിച്ച് ഗൈസ്, നല്ല തണുപ്പത്ത് വന്നിട്ട്. എന്തിനാ ഒച്ചപ്പാടുണ്ടാകണേ ഓൽക്കന്നെ അറിയില്ല. നമ്മളിപ്പോൾ ലേക്കിലെത്തിട്ടോ, കൊടൈക്കനാൽ ആ ഭാഗത്തുള്ള ലേക്ക്. ഇവിടെ വെറുതെ ഒച്ചപ്പാടുണ്ടാക്കണേ. എന്തിനാ ഒച്ചപ്പാടുണ്ടാകണേ ഓൽക്കന്നെ അറിയില്ല. ഒരു കാര്യമില്ല, വെറുതെ ഒച്ചപ്പാടുണ്ടാക്കുക. വൈബാണ് സാധനം ഫുള്ള്. നൈസ് ലേക്ക്. ഒരു പീസ്ഫുൾ സ്ഥലമാട്ടോ അവിടെ. നല്ല തണുപ്പും നല്ല തണുത്ത കാറ്റും നല്ല മനുഷ്യന്മാരും. ഞങ്ങളൊക്കെ അല്ലേ വന്നേ, ഞങ്ങളെ കൂടെ വന്ന ആൾക്കാരെ കാണാതെ. ഓല് വേറെ പോയി, ഞങ്ങൾ വേറെ പോയി. ഞങ്ങൾ ഗ്ലാസ്സൊക്കെ വാങ്ങാൻ വേണ്ടി നിർത്തിയാണ്. ഓല് വേറെ പോയി. കാണാൻ ചെന്നല്ല, ഒരു മുന്നിൽ പോയി. ഞങ്ങൾ ബാക്കിൽ ബോട്ട് കയറാവുള്ളൂ. കുതിര വരെയല്ലോ. കുതിര ദിസ് ഇസ് കുതിര. ഞോല തപ്പി നടക്കണം, മെയിൻ ടാസ്ക്. ഇതിലൊക്കെ നോക്കാം വെച്ചിട്ട്. അത് നൈസായിട്ടാ. ഇവിടുന്ന് സൈക്കിളുണ്ട്, സവാരി സൈക്കിൾ എടുത്ത് പോവാ. മുസ്രാ സൈക്കിൾ എടുത്ത് പോടാ. അതല്ല, ഒന്നിമ്മ 2 ആള് പോകും. രണ്ടൊക്കെ വിട്ടാ. ഒന്നിമ്മ ഒരു വൈബായിക്കോട്ടെ. എല്ലായിടത്തും ഗ്ലാസ് ഉണ്ട്, ഇഷ്ടംപോലെ ഗ്ലാസ്. എവിടെ നോക്കിയാലും ഗ്ലാസും കച്ചവടം മാത്രമേ ഉള്ളൂ. ഇവർക്കൊന്ന് വാങ്ങിക്കോ. അമ്മയുണ്ട് ഇവിടെ സൈക്കിള്. 2 ആൾക്ക് ഇരിക്കാൻ പറ്റിയ സൈക്കിള്. അരമണിക്കൂറിന് എത്ര പൈസ പറഞ്ഞു? 200-300 പറഞ്ഞു. അരമണിക്കൂർ നമുക്ക് വേണ്ട, അത് നേരല്ല. നമ്മളെല്ലാം പെട്ടെന്ന് കണ്ടു തീർക്കുന്ന പെട്ടെന്ന് പോകും. സമ്മറൈസാണ്. റോഡ് ഇങ്ങനെ കുറേ അങ്ങോട്ട് പോവാം സൈക്കിൾ ഓടിക്കാണ്ട്. വൈബ് സ്ഥലം. ഓ, വീരപ്പൻ്റെ ആൾക്കാർ ഗൈസ്. ഒറിജിനൽ നോക്കല്ല. ഇതാണ് സംഭവം. ഡ്യൂൺ അടിക്കുക, ഡ്യൂൺ കൊള്ളിക്കുക. നൈസ് പരിപാടി. നല്ല ബിസിനസ് ഐഡിയകളുള്ള ആൾക്കാരാണ് ഇവിടെ ഫുള്ള്. നമ്മളെ നാട്ടിൽ ടൂറിസം ഒന്നും വലിയ സെറ്റപ്പ് ഒന്നുമില്ല, പക്ഷെ ഇവിടെയൊക്കെ കുഴപ്പമില്ല. ഇവിടെയൊക്കെ ഓരോ
ഉള്ളത് വെച്ച് കാണുമല്ലോ നല്ലപോലെ ചെയ്യുന്നുണ്ട് കണ്ടാ ആടാ ചിത്രം വരക്കണേ കലാകാരി ഒക്കെ വരച്ചാട്ടാ കൈവണ്ട് വിട്ടി കൈവണ്ട് ഇത് വിട്ടാർക്കണം കേട്ടോ അതാ കണ്ടോളൂ വെറുതെ തേരാപ്പാറങ്ങനെ നടക്കുക ഗ്ലാസം വെച്ചിട്ട് രസമല്ലേ സംഭവം ഇത് കുറേ ഉണ്ട് സെൻറ്ററിലൊക്കെ ഉണ്ട് കണ്ടാ എല്ലായിടത്തും ഉണ്ട് അവിടെ ഇല്ല ഈ ഭാഗത്തൊക്കെ ഉണ്ട് നൈസ് പ്ലേസിലേ നമ്മൾ നാട്ടിൽ ഇങ്ങനത്തെ സ്ഥലമൊന്നുമില്ലല്ലോ ഇനി ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒന്നും ആക്കിയെടുക്കൂല ആരും അത് പ്രശ്നം ഇതാ വെച്ചു മുൻപടി മാണ്ടി ഓ ഉപ്പാണ് മുൻപടി മാണ്ടി ഇവിടെ പുളിയാണ് കയറി ഉപ്പോഴല്ലേ ചെങ്ങായി ഇതിത്തെ എല്ലാ മീനിനെയും പിടിച്ച് കഴിച്ചു താവാ മീനിനെ പിടിച്ചാൽ പൊന്ത് തന്നെ ഒരു പരിപാടി ഉൾപ്പുണ്ടോ ഓണക്ക് പൈപ്പ് സാധനം തോണിയുടെ എത്ര സ്പീഡിൽ പോലെ നല്ല റൂമും ഫുഡും കിട്ടിയില്ല പട്ടിയെ പോലെ പുറത്തെടുക്കാം നല്ല വെയില് ആണോ പുറത്തുള്ള വെയിലും നമ്മൾ ഈ ഹോട്ടലിൽ കയറിട്ടോ ഈ ഹോട്ടലിൽ തേങ്ങയില്ല പെരുന്തിരക്കും താഴെ ഹോട്ടലുണ്ട് അവിടെ കയറണം റൂം കിട്ടിയില്ല ഹോട്ടൽ കിട്ടില്ല ഒന്നും കിട്ടില്ല 35 മരിച്ചിരുന്നു വിജയൻ്റെ പരിപാടിക്ക് പാർട്ടി പരിപാടി എന്ത് ചെയ്യും പഴിച്ചിട്ട് കണ്ടാണ് പഴിച്ചിട്ട് കണ്ണാണല്ലേ എല്ലാത്തൊരു കാര്യം കൊടൈക്കനാലൊന്ന് പെട്ടെന്ന് അടിച്ചോണേ പെരും വെയിലും നമ്മൾ വിചാരിച്ച് അവിടെയൊക്കെ നല്ല തണുപ്പേനി പക്ഷെ ഇവിടെയൊക്കെ നല്ല വെയിലാണ് കൊടൈക്കനാലൊക്കെ കാണേണ്ട നമ്മൾ ഇൻസ്റ്റയിലും റീൽസിലൊക്കെ കാണേണ്ട വലിയ അതന്നെ ഉള്ളൂ വേറെ ഒന്നുമില്ല ഇവിടെ വന്ന ആകെ മൂഞ്ചലാണ് നല്ല ഫുഡ് കിട്ടില്ല നല്ല റൂം കിട്ടില്ല ഒന്നും കിട്ടില്ല തപ്പി നടക്കണം പ്രശ്നം വല്ലാത്തൊരവസ്ഥ ഈ വെയിലും കൊണ്ട് പെരും നടക്കൽ ഹോട്ടലരിഞ്ഞാണ്ട് ഒരു ഭാഗത്തൊരു ഹോട്ടലില്ല ഇപ്പം നമുക്ക് അങ്ങനെയൊന്നുമില്ല നമുക്ക് ഹോട്ടലിലൊക്കെ ഫുഡ് കഴിച്ചാൽ മതി അങ്ങനത്തെ ഒരു അവസ്ഥ എത്തി ഹോട്ടലുണ്ട് പക്ഷെ വെജിറ്റേറിയൻ ആണ് ചിലപ്പോൾ ആകെ തിരക്കാണ് അപ്പോൾ നമുക്ക് ഭയങ്കര ലൈറ്റാണ് പൈച്ചിന് കാണാം എല്ലാവർക്കും അങ്ങനെ തന്നെ കേട്ടോ ഹോട്ടലിലൊക്കെ ഫുഡ് കഴിച്ചാൽ മതി ഇപ്പോൾ അത്രേ ഉള്ളൂ കേരള ഫുൾ അൺലിമിറ്റഡ് ബിരിയാണി റൈസ് പെരുന്തീറ്റല്ലേ നമ്മളാർക്കല്ല ചേട്ടൻ കണ്ടുണ്ടായി തരുന്നുണ്ട് അതെ ഞങ്ങളെല്ലാം കഴിക്കൂല കുറച്ച് കഴിക്കുള്ളൂ ആണ് ഇവിടുത്തെ ബിരിയാണി ലെഗ് പീസ് ചേട്ടാ അച്ചാറ് തരുമോ ചേട്ടാ ഉള്ളി അച്ചാറ് കിട്ടിയില്ല അതില്ലാതെ ഫുഡ് പോലടാ ഇവിടെ വന്ന് തിന്നും പോരാ പൈസയും കൊടുക്കണം ഇത് കൊണ്ടുപോയിടുമാണല്ലോ വല്ലാത്ത ആചാരം ടേബിൾ നമ്മൾ ക്ലീൻ ആക്കണം പൈസ കൊടുക്കണം ഇത് കൊണ്ടുപോയിടും വേണം നടക്കേ നോക്കി നിൽക്കുക ഇറങ്ങ ഇത് നല്ല സുഖമല്ലേ തിന്നാ തിരിച്ചു പോവാ ഇവിടെ പറ്റില്ല ഇവിടെ തിന്ന പ്ലേറ്റൊക്കെ കൊണ്ടുവരണം ടേബിൾ ക്ലീൻ ആക്കണം ഇങ്ങനെ പണിയെടുക്കാൻ നമ്മൾ നാട്ടിൽ നിന്ന് കിടന്ന് അല്ല പയ്യ ഇവിടെ സുഖിക്കാൻ വന്നാണ് ഇവിടെ പണി നല്ല ഒട്ടി മുഷറായിരുന്നോട്ട് നോട്ടെ രസമുണ്ടോ
കിലോ വില തിന്നു രസമുണ്ടാ ടേസ്റ്റ് ഉണ്ട് നല്ല വെയിലാണ് കൊടൈക്കനാൽ തണുപ്പില്ല എന്നുണ്ടോ അവിടെ പള്ളി പെരുന്നാൾ എന്തോ പായസം എന്തോ പറയാനുണ്ട്. ഇതാണ് ഞങ്ങൾ ഫുഡ് കഴിച്ചോടാ. ഫുഡ് അടിപൊളിയാട്ടോ. ഫുഡ് രസമുണ്ട്. പക്ഷെ ആ കൊണ്ടേക്കലാണ് സീന്. പ്ലേറ്റൊക്കെ കൊണ്ടേക്കലാണ്. അതൊക്കെ ശരി. ഞങ്ങളെ കേശറ് വേര് പോലെ ഇത് മധുരമുണ്ടോ? എത്ര ശേഷി വായിക്കണം. പറഞ്ഞതാണ് ഞാൻ ഉറച്ചേക്കാം. എന്നോട് ഞാനും പറഞ്ഞു വീഡിയോ എടുത്താ കിട്ടിയില്ല. അത് കിട്ടിയിട്ടില്ല. അത് കിട്ടിയിട്ട് എന്താണ് തെളിവുകൾ ഇതാ. അതിനോട് പച്ച മലയാളത്തിൽ ഉറച്ചോ പുടി കുറച്ച് കൊടുക്കാം. ഒരു പുടി. ശിവേട്ടാ അവിടെ ചന്ദ്രനുണ്ടോ? നാല് പക്ഷെ കൂടെ അല്ല പോരുണ്ട് ഗൈസ്. ഞങ്ങൾ നൈറ്റ് ഔട്ടിന് ഇറങ്ങിയാണ്. ചായ ഇവിടെ കൊടൈക്കനാൽ ടൗൺ കേട്ടോ. ടൗണെന്നല്ല ഉള്ളേരിയാണ്. സൈഡില് ചാർജ് ഇറങ്ങി രാത്രി. പേറ്റും തണുപ്പ്, ഒരു അക്ഷയ തണുപ്പ്. എല്ലാവരും അവസ്ഥയും കണ്ടോ? നല്ല തണുപ്പാ. നല്ല ലൈറ്റ് ചായ, കേക്ക്. കുറേ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം നമ്മൾ ഫുൾ എൻജോയ് ചെയ്യുന്നു. അവിടെ കുറേ വീഡിയോ ഒന്നും മിസ്സായി. കുഴപ്പമില്ല, നെക്സ്റ്റ് ഡേ അടുത്ത ദിവസം വീഡിയോ ചെയ്യാം. ചായ 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 എടുക്കടാ, പൊടിക്കടാ. കൊടൈക്കനാൽ തിരുവിലൂടെ തേരാപ്പാര 9 പിള്ളേര് വെറുതെ വക്കുട്ടി എടുക്കണേ. അല്ല അവിടെ പ്രേതളയൊക്കെ ശരിക്കും കാര്യത്തില് അവിടെ കാര്യത്തിലടാ വൈദ്യേ പ്രേതള ചേർക്കുന്നുണ്ട്. അണ്ണന്മാര് കാണാൻ ആട്ടി പവിച്ചു കൊടുത്ത്. തേരാപ്പാര കൊടൈക്കനാൽ ടൗണിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന ഒരു പറ്റം യുവാക്കൾ. ഒതുക്കുങ്ങല്ലേ അതാ ഡീസല്. ഒതുക്കുങ്ങൽ പിള്ളേര്. അപ്പോ കത്തിച്ചെല്ലി കാക്ക അല്ലെങ്കിലേ വയ്യ. പെരും തണുപ്പും എന്നിട്ട് നമ്മളെ നിന്ന റൂമ് ഒട്ടിക്കത് തണുപ്പാണ് ഗൈസ്. രാത്രി ഞാൻ എപ്പോഴും നമുക്കൊരു ഫാഷൻ കോസ്റ്റ്യൂം എപ്പോഴും നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. അന്നെ കാണുന്നില്ല കറുത്തക്കണ്. ആ ഇല്ല. ഓ മൈ ഗോഡ് കറുത്തക്കണ്. സൽമാനെ കാണാനില്ല. മിസ്സിംഗ് ആണ്. ഓ സൽമാൻ മിസ്സിംഗ്. അവിടെ എന്തേലും ലോക്കൽ കിട്ടിയാ? സൽമാവിടെ അവന്റെ മാനേജറെ കാണാനാ. ബില്ലെടുക്കാൻ പോയത് മാനേജറെ കാണാനില്ല. മാനേജറെ വക്കുട്ടി വന്നു. വരുന്നു എടാ പെരും ആണാടാ അവന് മാനേജർ ഉണ്ണിക്കുട്ടിയായിരുന്നു. ശരി സൽമാൻ കേട്ടാ. ഞാൻ വിളിക്കാൻ പറഞ്ഞാണ്. പക്ഷെ ഞങ്ങൾക്ക് തൊള്ളിയിൽ അവൻ്റെ പേര് വരില്ല, അതേ വരുള്ളൂ. ചിരിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തല്ലേ വലിയ കോട കാര്യങ്ങളൊന്നുമില്ല. പക്ഷെ പെരും തണുപ്പ്. സത്യം പറഞ്ഞ നല്ല തണുപ്പ്. എന്നെ കാണില്ലാണില്ലേ? ഇപ്പം കണ്ടില്ലേ? നല്ല തണുപ്പ് കേട്ടോ. സത്യം പറയാലോ, ഒട്ടിക്കാതെ തണുപ്പ്. തണുപ്പ് തീരെ പറ്റാത്ത ആളാണ്. ചുണ്ടൊക്കെ ചോത്തുകണ്, ചുണ്ടൊക്കെ പൊട്ടി. ഞങ്ങൾ മൂഞ്ചി കൈസ് മൂഞ്ചിക്കല്ലെത്തി ഞങ്ങള്. അത് കാണിക്കോട്ടാ. മൂഞ്ചിക്കലോ പോലെ
ഒരു സംഭവം കാണിച്ചു കേട്ടോ. ഞങ്ങളാകെ മൂഞ്ചിയാണ് എവിടെ പോയാലും മൂഞ്ചുന്ന ആൾക്കാരെ ഞങ്ങൾ. അതിനെ കാരണം കാണിച്ചതാ. ആണ്ടാ ഞങ്ങൾ എത്തിയ സ്ഥലത്തിൻ്റെ പേര് നോക്ക്, മൂഞ്ചിക്കൽ. ആണ്ടാ മൂഞ്ചിക്കൽ. എവിടെ പോയാലും ഞങ്ങൾ മൂഞ്ചിക്കണം തെണ്ടികൾ. എന്ത് ചെയ്യാനാ, കൊടൈക്കനാൽ എന്ത് മൂഞ്ചി. ആ വൈബൊക്കെ എന്താ അല്ലേ രസം. പെരുന്നാൾ പണി സത്യം പറയല്ലോ, വർത്തമാനം പറയാൻ ഒന്നും വയ്യ. എൻ്റെ ഫോൺ അടിച്ചു പോയി ഗൈസ്, സോഫ്റ്റ് അപ്ഡേഷൻ ചെയ്ത്. പക്ഷെ ഇപ്പോൾ ക്യാമറ വീഡിയോ എടുക്കുമ്പോൾ അങ്ങനെ ഗ്രീൻ ലൈറ്റ് ഇങ്ങനെ കത്തുന്നുണ്ട്. അത് എപ്പോഴാണ് പെർമനൻറ്റ് ഗ്രീൻ ലൈറ്റ് ആവുമെന്ന് പറയാമല്ലോ. ഞാൻ റെഡി ആക്കണം.